بسم الله الرحمن الرحيم. إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ടവരെ, നമ്മളെവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റാത്തീബിന്റെ ഈ മജ്ലിസിൽ ഉപ്പാപ്പയുടെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മാസമാണ് ജമാദുൽ ഊല. അവിടുത്തെ ആണ്ട് നേർച്ചകൾ നടക്കുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച കുത്തുബുകളുടെയും ഗൗസുകളുടെയും പട്ടികയിൽ അതുല്യമായ സ്ഥാനം വഹിക്കുന്ന ചക്രവർത്തിയാണ് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. മഹാനവറുകളുടെ ഏതാനും പോരിശയാക്കപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ ബർക്കത്തിന് വേണ്ടി, അവിടുത്തെ ഹക്കിന് വേണ്ടി, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി പറയുകയാണ്. മഹാനരായ ഗൗസുൽ ആദം അൽ ഖുതുബുർ റബ്ബാനി സയ്യിദുനാ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? ഹിജ്റ 500 മഹാനവറുകൾ ജനിക്കുന്നത്. ഹിജ്റ 500 എന്ന് പറയുമ്പോൾ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ ഹിജ്റ 471 ജനിച്ചത്. നമുക്കറിയുന്ന ഒരു വിഷയമാണ്. അപ്പോ ഹിജ്റ 500 അത് ആ പുഷ്കലമായ ആത്മീയതയുടെ നിറകുടങ്ങളായ ഔലിയാക്കളും കുത്തുബുകളും ഗൗസുകളും പ്രശോഭിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളും പാപ്പയും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരേ കാലക്കാരാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ പ്രഖ്യാപനമുണ്ടായപ്പോ എല്ലാ വലികളുടെയും മുകളിൽ, പിരടിക്കു മുകളിലാണ് ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറൻ, എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ് എന്റെ കാൽപാദമെന്ന് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പ്രഖ്യാപിച്ച ആ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനത്തിന്റെ വേളയിൽ ലോകത്തെ ഔലിയാക്കൾ മുഴുവനും തലതാഴ്ത്തിക്കൊടുത്ത കൂട്ടത്തിൽ
സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയും ഉണ്ടായിരുന്നു. മഹാനവറുകളെ കുറിച്ച് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ അഭിപ്രായം എന്താണ്? അവിടെന്ന് പറഞ്ഞത് ഇന്ന ജമീഅൽ ഔലിയാഇ, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും തശ്ഹദു, സാക്ഷ്യപ്പെടുത്തുന്നത് അന്ന സയ്യിദൽ കബീർ അഹ്മദൽ കബീർ റിഫായി, മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഗാലിബു ഔഖാതിഹി, സമയങ്ങളിൽ നിന്ന് ഭൂരിപക്ഷ സമയവും ദായിറും ഫിൽ ആലമിൽ ഉൽവി, ഉന്നതമായ ലോകത്ത്, ആ ലോകത്താണ് മഹാനവറുകൾ വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചക്രവാളമാണെങ്കിൽ, ഒരു അച്ചുതണ്ടാണെങ്കിൽ ആ അച്ചുതണ്ട് കറങ്ങുന്നത് ഔന്നിത്യത്തിന്റെ ഉയർന്ന ലോകത്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയവും. വവുജൂദുഹു ഫിൽ ആലമി സുഫ്ലി കിനായത്തുൻ അനിൻ നൗഇ, ഭൂമിയിൽ അവിടുന്ന്, ഈ താഴ്ന്ന ഭൂമിയിൽ അവിടുത്തെ വുജൂദ് ഒരു പേരിന് മാത്രമാണ്, കിനായത്തുൻ, പേരിന് മാത്രമാണ്. യഥാർത്ഥ വുജൂദുള്ളത്, അവിടുത്തെ സാന്നിധ്യമുള്ളത് ഉന്നതമായ ലോകത്താണ്. ആരാണത് സാക്ഷ്യപ്പെടുത്തുന്നത്? ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയാണ്. ലിഅന്നഹു, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദായിമുസ്സുക്രി മിൻ ഖംരി മഹബ്ബത്തിൽ ഹഖി, അല്ലാഹുവിനോടുള്ള പ്രേമത്തിന്റെ ആ മധു കള്ളു നുകർന്നത് കാരണത്താൽ അതിന്റെ ലഹരിയിലാണ് എപ്പോഴുമുള്ളത്. മുതവജ്ജിഹുൻ ഇലാ ആലമിൽ ഉലുവി വൽ ഫനാഇൽ മുത്ലഖി, ഫനായിൽ ലയിച്ചു നിൽക്കുന്നവരാണ്, അത്യുന്നതമായ ലോകത്തേക്ക് മുഖം വെച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഭൂമിയിൽ അവിടുത്തെ നിലനിൽപ്പ് അതൊരു പേരിന് മാത്രമാണ് എന്ന് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞതെന്ന് നോക്കണം. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയാണ് പറയുന്നത്. ആരെപ്പറ്റി? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കുറിച്ച്. മഹാനവറുകള് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ പല വിശേഷണങ്ങളോടും യോജിക്കുന്ന വിശേഷണങ്ങളുണ്ട് എന്നുള്ളത് മാല പരിശോധിച്ചാൽ മുഹിയുദ്ദീൻ മാലയും അതുപോലെ റിഫായി മാലയും തമ്മിൽ തുലനം ചെയ്ത് നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യത്തിൽ തുല്യമായ വസ്ഫുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാക്കുണ്ടായിരുന്ന മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ റമദാന്റെ കാലത്ത് ചെറുപ്പത്തിൽ മുല കുടിക്കുന്ന പ്രായത്തില് റമദാനായി കഴിഞ്ഞാൽ മുല കുടിക്കാറില്ലായിരുന്നു എന്നുള്ളത്. അതേ സംഭവം വകാന, മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. യശ്രിബുൽ ലബന, പാല് കുടിക്കും. ഇല അൻ ഖദിമ റമളാൻ, റമളാൻ വരുന്നത് വരെ, റമളാൻ എത്തിച്ചേരുന്നത് വരെ, റമളാൻ വിശുദ്ധ റമളാൻ മാസം വന്നണഞ്ഞു കഴിഞ്ഞാൽ ഫതഖയ്യദ അൻ ശുർബിൽ ലബനി നഹാറാ, പകൽ സമയത്ത് മുല കുടിക്കുന്നത് അവിടുന്ന് നിർത്തിവെക്കുമായിരുന്നു. ഇലാ അൻ ജാഅൽ ഈദു, പകലില് ചെറിയ കുട്ടിയാണ്, മുല കുടിക്കുന്ന പ്രായത്തില് റമളാൻ വന്നണഞ്ഞു കഴിഞ്ഞാൽ മുലപ്പാല് വർജിക്കുമായിരുന്നു.
പകൽ സമയത്ത് പെരുന്നാൾ വരുന്നത് വരെ. പിന്നെ പെരുന്നാളായി കഴിഞ്ഞാലാണ് ഫശരിബല്ലബൻ പാല് കുടിക്കാറുണ്ടായിരുന്നത്. ചെറുപ്പകാലത്ത് തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാനരാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കൊക്കെ മഹാനവറുകളെ പറ്റി അറിയാവുന്നതും കേട്ടതുമായ കാര്യങ്ങളാണ്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ചെറുപ്പകാലത്ത് തന്നെ അത്യുന്നതമായ ഗുണങ്ങള് മഹാനവറുകള് ഔലിയാക്കളുടെ പട്ടികയിൽ അത്യുന്നത സ്ഥാനം വഹിച്ചവരായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന, ചെറുപ്പകാലത്ത് തന്നെ ആ സ്ഥാനം അലങ്കരിച്ചവരായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മഹാനരായ അസ്അദുൽ യാഫി, അബു അബ്ദുല്ലാഹ് അസ്അദുൽ യാഫി എന്നവര് പറയുകയാണ്, ഫി കിതാബിഹി റൗളുർ റയാഹീൻ, റൗളുർ റയാഹീൻ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഗ്രന്ഥത്തില് ഈ സംഭവം ഉദ്ധരിച്ചു പറയുകയാണ്, അന്നഹു കാന സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വറളിയല്ലാഹു അൻഹു വഅഅദ അലൈനാ മിൻ ബറകാതിഹി. അവിടുത്തെ പോരിശ നമുക്കുണ്ടാവട്ടെ, അവിടുത്തെ തിരുനോട്ടം നമുക്കുണ്ടാവട്ടെ. മഹാനവറുകള് ചെറുപ്പത്തിൽ തന്നെ യഖറഉൽ ഖുർആന വഹുവ ശാബുൻ, ഖുർആൻ പഠിക്കുന്നത് അല ശൈഖിൽ ആരിഫ് അലി ഇബ്നുൽ ഖാരിഇൽ വാസിതി എന്നവരിൽ നിന്നാണ്. അവരുടെ സഹവാസത്തിലാണ് ജീവിച്ചത്. അങ്ങനെ അവരുടെ സഹവാസത്തിൽ ജീവിക്കുന്ന ഘട്ടത്തില് ചെറുപ്പകാലത്ത് മഹാന്മാരോട് കൂടെയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അല അഹ്സനി ഹാലിൻ ഹത്താ അന്നഹു കാന ഹാലത സിഗരിഹി ലാ യജ്ലിസു മഅ സുബിയാൻ, കുട്ടികളോട് കൂടെ ഇരിക്കൂല, ഇല്ലാ ഖലീലൻ, കുറച്ചേ ഇരിക്കുള്ളൂ. സമപ്രായക്കാരായ കുട്ടികളോടുകൂടെ ഇരിക്കൂല. പിന്നെ കൂടുതലായിട്ട് സഹവസിക്കുകയും ഇരിക്കുകയും ചെയ്തിരുന്നത് മജാലിസ ശുയൂഖി വമഹാഫിലൽ ഖുർആനി വദ്ദുറൂസി, ഖുർആനിന്റെ സദസ്സുകളിലും ദർസുകളുടെ സദസ്സുകളിലും മശായിഖന്മാരുടെ മജ്ലിസുകളിലുമായിരുന്നു മഹാനവറുകൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ അൽ ആരിഫ് അലി ഇബ്നു അൽ ഖാരിഉൽ വാസിതി എന്നവരുടെ സദസ്സിൽ സഹവസിക്കുന്ന ആ കാലഘട്ടത്തില് ഉണ്ടായ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഫസനഅ ശഖ്സുൻ തആമൻ, ഒരാൾ ഭക്ഷണം ഒരുക്കി. വദുഇയ ഇലൈഹി ശൈഖ് ഇബ്നുൽ ഖാരി, മഹാനരായ ആരിഫ് അശ്ശൈഖ് ഇബ്നുൽ ഖാരി എന്നവരെയും അവരുടെ അനുചരന്മാരെയും വജമാഅത്തൻ ആഖരീന മിനൽ മശായിഖി വൽ ഖുറാഇ, നാട്ടിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെയും മശായിഖുമാരെയും ഒരുപാട് ആളുകളെയും പാവപ്പെട്ടവരെ എല്ലാവരും ക്ഷണിച്ച ഒരു സദസ്സ്. ആ സദസ്സിൽ ഭക്ഷണം ഒരുക്കി. ഫലമ്മാ കലൂ മിനത്ത്വാം, എല്ലാരും ഭക്ഷണം കഴിച്ചു. വലിയ മഹാന്മാര് മശായിഖന്മാര് നിലകൊള്ളുന്ന സദസ്സാണ്. ആ സദസ്സിലുണ്ടാകുന്ന സംഭവം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മശായിഖന്മാരുടെ സദസ്സിലുണ്ടാകുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് ശരീഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുമയുള്ളതാണെങ്കിലും മശായിഖന്മാരുടെ സദസ്സിൽ അത് പരമ്പരാഗതമായി എന്നെന്നും നിലനിന്നിരുന്ന ഒരു സംഗതിയാണ്. ആ സദസ്സിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ കാന മഅഹും ഖവ്വാലുൻ, ഖവ്വാലുൻ എന്നാ പറഞ്ഞത്, ഖവാലിക്കാരനുണ്ടായിരുന്നു. ഖവാലി എന്ന വാക്ക് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാനരായ ഇമാം ഗസ്സാലി തങ്ങള് ഖവ്വാലി എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് പുതുമയുള്ള വാക്കൊന്നുമല്ല. മശായിഖന്മാർക്ക് കേട്ടു പരിചയമുള്ള അവരുടെ സദസ്സിൽ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നിലനിന്ന് വന്ന ഒരു സംഭവം. മഹാനരായ ഇമാം ഗസ്സാലി തങ്ങൾ തന്നെ ഖവ്വാലിക്കാര്, എന്തിനാണ് മശായിഖന്മാര്
ഖുർആൻ ഉണ്ടായിരിക്കെ ഖവാലി അവതരിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് കിതാബ് സമാഇ എന്ന ഗ്രന്ഥത്തിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട്. അപ്പൊ ആ വാക്ക് തന്നെ അന്ന് തന്നെ അത് ചോദ്യം ഉന്നയിക്കപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ മശായിഖന്മാര് അവരുടെ സദസ്സിൽ ആചരിച്ച ഒരു ആചാരവും അനുഷ്ഠാനവുമായിരുന്നു എന്ന് മനസ്സിലാവും. ഇത് മഹാനരായ ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പാന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. കാനമാഹും ഖവ്വാലുൻ, ഒരു ഖവാലിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഫശറഅ യുഗന്നി, അയാൾ പാട്ടുപാടാൻ തുടങ്ങി. ബിദഫിൻ, ദഫ് മുട്ടുന്നുണ്ട്. ഫി യദൈഹി, കൈകൊണ്ട് ദഫ് മുട്ടിയിട്ടുള്ള, മുട്ടും പാട്ടുമായിട്ടാണ് അവിടെ ഖവാലിക്കാരനുള്ളത്. ആ സന്ദർഭത്തിൽ മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ജാലിസുൻ ഇൻദ നിആലിൽ ഖൗമി, മഹാന്മാരായ സൂഫിയാക്കളുടെ ചെരുപ്പിന്റെ അടുത്ത് പോയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഔലിയാക്കളിൽ അത്യുന്നതമായ സ്ഥാനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാപിച്ചത് മഹാന്മാർക്ക് കീഴ്വണങ്ങിക്കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ്. മഹാനരായ ഗൗസുൽ-ആദം തങ്ങൾ ഉപ്പാപ്പാക്ക് ഉയർച്ച കിട്ടിയത് സുൽത്താനുൽ അംബിയാ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ കാൽപാദങ്ങൾ വെച്ചു കൊടുക്കാൻ മിഅ്റാജിന്റെ വേളയിൽ അവിടുത്തെ തോള് കാണിച്ചു കൊടുത്തു എന്നതാണ് അവിടുത്തെ ഇത്രയേറെ ഉയർത്തിയ മഹത്വം. ലോകത്തെ സകലമാന ഔലിയാക്കൾക്കും ഇത്രയേറെ മഹത്വം വന്നതെന്തുകൊണ്ടാണ്? ഖദമീ ഹാദിഹി അലാ റഖബാത്തിൽ ഔലിയാ, എന്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കൾക്കും പിരടിക്ക് മുകളിലാണെന്ന് പറഞ്ഞപ്പോ അതിലൊരു വിസമ്മതവും പ്രകടിപ്പിക്കാതെ, അതിലൊരു വൈമനസ്യവും കാണിക്കാതെ എല്ലാ ഔലിയാക്കളും ഗൗസുൽ-ആദം തങ്ങൾ ഉപ്പാപ്പാക്ക് താന്നുകൊടുത്തു എന്നുള്ളതാണ്. താഴ്ചയിലാണ് ഉയർച്ചയുള്ളത്. എല്ലാ കാലഘട്ടത്തിലും മഹാന്മാർ ഉയർന്നത് താഴ്ചയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ശൈഖിന് അവർ കീഴ്വണങ്ങി കൊടുത്തു എന്നതുകൊണ്ടാണ് എല്ലാ ഔലിയാക്കളും ഉയർന്നത്. അപ്പൊ കാൽപാദത്തിന്റെ ചുവട്ടിൽ താഴ്ന്നു കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആചരിച്ചു വന്ന, ബഹുമാനിച്ചു വന്ന ഒരു ചര്യയാണ്. അതിലും പുതുമയില്ല. ഗൗസുൽ-ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ വിശുദ്ധമായ കാൽപാദങ്ങള് പിരടിക്കു മുകളിൽ വെക്കാൻ ഉതകുന്ന വിധത്തിൽ താഴ്ന്നു കൊടുത്തു ലോകത്തെ എല്ലാ ഔലിയാക്കളും. ആ കൂട്ടത്തിൽ ആദ്യമായി തല താഴ്ത്തിക്കൊടുത്തത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയാണ്. അതുകൊണ്ട് എന്തായി? സുൽത്താനുൽ ഹിന്ദായി മാറി, ആഴ്ചയിൽ ഉയർച്ച ലഭിച്ചു എന്നുള്ളതാണ്. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഉപ്പാപ്പ നോക്കൂ, ചെറുപ്രായക്കാരനാണ്. ജാലിസുൻ ഇൻദ നിആലിൽ ഖൗമി, ഔലിയാക്കളുടെ ചെരുപ്പിന്റെ അടുത്താണ് ഇരിക്കുന്നത്. വനഅലു ശൈഖ് ഇബ്നുൽ ഖാരി മഅഹു, മഹാനരായ ശൈഖ് ഇബ്നുൽ ഖാരി തങ്ങളുടെ ചെരുപ്പ് അവരുടെ കൂടെയുണ്ട്. ഫലമ്മാ ത്വാബൽ ഖൗമു, ഖവ്വാലി മുറുകിയപ്പോ, ആളുകളൊക്കെ അതിൽ സന്തോഷിച്ചപ്പോ, വസ്തറാഹു ആനന്ദിച്ചപ്പോ, വതവാജദു എല്ലാവരും അതിൽ സന്തോഷിച്ച് ഇഷ്കിലേക്ക് ചേക്കേറിയപ്പോ, വസബ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ഖവ്വാലിക്കാരന്റെ നേരെ നിന്നിട്ട് അയാളുടെ അടുത്തേക്ക് പോയി. വഹസഫ ദഫ, ദഫ് കീറി മുറിച്ചിട്ട് വലിച്ചെറിഞ്ഞു. കാന മഅഹു,
ഫൽതഫതൽ മശായിഖു ഇല ശൈഖ് അലി ഇബ്നുൽ ഖാരി. മഹാനരായ അന്ന് ആ ചെറുപ്പകാലത്ത് അഹ്മദുൽ കബീർ റിഫായിയുടെ സഹവസിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് അലി ഇബ്നുൽ ഖാരി തങ്ങളുടെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ നോക്കി എന്നിട്ട് പറയാണ്, നിങ്ങളാണ് ചോദിക്കേണ്ടത് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. ഫഖാല ലഹും അശ്ശൈഖ് ഇബ്നുൽ ഖാരി, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ഈ ദഫ് പൊട്ടിച്ചു. ആ ദഫ് പൊട്ടിച്ചതിന്റെ കാരണം എന്താണ്? അത് ഷെയ്ഖ് തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞപ്പോ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, ഇസ്അലു, നിങ്ങൾ ചോദിക്കും, ഓരോടെന്നെ ചോദിച്ചോക്ക്, മറുപടി കിട്ടണില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അവര് ചോദിച്ചു, വഖാലൂ ലഹു ലിമ കസറത ദഫാ, ദഫ് എന്തിനാണ് പൊട്ടിച്ചത്? ഫഖാല ലഹും, അപ്പൊ മഹാനരായ അസ്സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, ചെറുപ്രായക്കാരനാണ്, അവിടുന്ന് പറയുകയാണ്, ഒരുപാട് മശായിഖന്മാർ, ഉന്നതന്മാരായ മശായിഖന്മാരിരിക്കുന്ന സദസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. മഹാനവറുകൾ അതിന് കാരണം പറയുകയാണ്, നമ്മൾക്ക് കവ്വാലിക്കാരനോട് ചോദിക്കാം, യുഖ്ബിറുനാ ബിമാ ഖതറ ബിബാലിഹി, ആ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ചിന്ത വന്നത് എന്നുള്ളത്. എന്തോ ഒരു ചിന്ത വന്നത് കാരണത്താലാണ് ഈ ദഫ് പൊട്ടിച്ചു കളഞ്ഞത്. അപ്പൊ അയാളോട് ചോദിക്കാൻ പറഞ്ഞു. അൽ ആലിമുൽ അല്ലാമ അസ്സയ്യിദ് അബുൽ ഹുദാ മുഹമ്മദ് ബിൻ ഹസൻ റിഫായി റളിയല്ലാഹു അൻഹു രചിച്ച ഖിലാദത്തുൽ ജവാഹിർ ഫീ ദിക്രിൽ ഗൗസിർ റിഫായി വ അത്ബാഇഹിൽ അകാബിർ എന്ന ഗ്രന്ഥത്തിൻ്റെ 36-ാമത്തെ പേജിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫസഅലു അൽ ഖവ്വാല, സദസ്സിലുണ്ടായിരുന്ന മശായിഖന്മാരെല്ലാവരും ഖവ്വാലിക്കാരനോട് ചോദിക്കുകയാണ്, മിമ്മാ ഖതറ ബിബാലിഹി, പാടിക്കൊണ്ടിരിക്കെ ആ മനുഷ്യൻ്റെ മനോമുഖരത്തിലൂടെ എന്ത് ചിന്തയാണ് കടന്നുപോയത് എന്ന്. ഫഖാല, കവ്വാലിക്കാരൻ വിശദീകരിക്കാൻ തുടങ്ങി, ഇന്നി കുന്തു ബാരിഹത അംസി ഇൻദ ഖവാമിൻ യശ്റബൂന, കള്ളുകുടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഇന്നലെ രാത്രി ഞാനുണ്ടായിരുന്നത്. ഫസക്കറു, ലഹരിമൂത്ത് അവരെല്ലാവരും മതോന്മുക്തരായപ്പോൾ, വതമായലൂ, അവരാടാൻ തുടങ്ങി, കതമായുലി ഹൗലായിൽ മശായിഖി, സുന്ദരമായ കവ്വാലി ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുത്ത മശായിഖന്മാര് അതിൽ മുറുകിയപ്പോൾ അവർ ആടുന്നതുപോലെ. ഫഖത്തറലി, അപ്പോൾ എനിക്ക് തോന്നുകയാണ്, അന്നഹാവുലായി, ഈ പാടുകയും ആടുകയും ചെയ്യുന്ന ഇക്കൂട്ടര്, ഈ മശായിഖന്മാര്, കഉലായിക, ആ കള്ളുടിയന്മാരെ പോലെ തന്നെയാണ് എന്ന ഒരൊറ്റ ചിന്ത. ഫലം യതിമ്മ ഖാതിരി, എൻ്റെ ഈ ചിന്ത അങ്ങ് കടന്നുപോയതേയുള്ളൂ. ഹത്താ ഖാമഹാദ സ്വബിയു, ഈ ചെറുപ്പക്കാരനായ കുട്ടി എഴുന്നേറ്റ് നിന്ന്, വഖസഫദ് ദഫ, എൻ്റെ ദഫ് കീറി വലിച്ചെറിഞ്ഞു. ഫഇൻദദാലിക, ഈ വിശദീകരണം കേട്ടപ്പോൾ തെറ്റിദ്ധാരണയോടുകൂടെയും ദേഷ്യത്തോടെയും നോക്കിക്കൊണ്ടിരുന്ന മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുത്തേക്ക് നഹലൽ മശായിഖു, എല്ലാ മശായിഖന്മാരും വളരെ ആദരവോടെ, വളരെ അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്ന്, വഖബ്ബലു യദഹു, അവിടുത്തെ തിരുകരം ചുംബിക്കുകയാണ്.
വഅ്തദറു ഇലൈഹി, മഹാനവറുകളോട് അവർ ക്ഷമാപണം നടത്തി. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുപ്പാപ്പാൻ്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയുണ്ടായിരുന്ന അവിടുത്തെ പരിശുദ്ധിയും അവിടുത്തെ മഹത്വവും ധൈര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി. മഹാനവറുകളുടെ പൊരുത്തത്തിലും ഗുരുത്വത്തിലും തിരുനോട്ടത്തിലുമായി നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പാൻ്റെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ കാമിലായ ദിക്റിൻ്റെ വഴിയിൽ നമ്മുടെ ജീവൻ്റെ ജീവനായ ജാതിയേരി തങ്ങളുപ്പാപ്പയുടെ ഖദമിലായി അവിടുത്തെ വഴിയിലായി അന്ത്യദിനം വരെ നമ്മളെ എല്ലാവരെയും നിലയുറപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.